മാടായി പഞ്ചായത്ത് 6ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് നിലനിർത്തി. 234 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥി മണി പവിത്രൻ വിജയിച്ചത്. UDFിലെ N പ്രസന്നയെയാണ് പരാജയപ്പെടുത്തിയത്. മാടായി പഞ്ചായത്തിലെ 6ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് നിലനിർത്തി. ആകെ പോൾ ചെയ്ത 914 വോട്ടിൽ LDF സ്ഥാനാർത്ഥി മണി പവിത്രൻ 502 വോട്ടുകൾ നേടി 234 ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച N പ്രസന്ന 268 വോട്ടും BJPയിലെ KV വിന്ധ്യ 144 വോട്ടും നേടി. ഇത് ജനങ്ങളുടെ മുഴുവൻ വിജയമാണെന്ന് മണി പവിത്രൻ. 6ാം വാർഡിലെ ജനങ്ങൾ എന്നെ വിശ്വസിച്ച് എന്നെ വിജയിപ്പിച്ചു. 6ാം വാർഡിലെ ഓരോ വോട്ടർമാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മുകൾ തട്ടിൽ തൊട്ട് താഴെ തട്ടിൽ വരെയുള്ള പാർട്ടി പ്രവർത്തകർ എല്ലാവരും വളരെ ദിവസമായി എനിക്ക് വേണ്ടി എൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അപ്പോൾ എൻ്റെ വിജയം ഇത് 6ാം വാർഡിലെ ജനങ്ങളുടെ വിജയമാണ്, വോട്ട് ചെയ്ത് വിജയിപ്പിച്ച. അതുപോലെ തന്നെ CPIM എന്ന പാർട്ടി പ്രസ്ഥാനത്തിൻ്റെ വിജയം കൂടിയാണ്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന BJP സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. 3ാം സ്ഥാനത്തുണ്ടായിരുന്ന UDF സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്തുമെത്തി. LDFിലെ പഞ്ചായത്ത് അംഗമായിരുന്ന T പുഷ്പ സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് മാടായി പഞ്ചായത്തിലെ 6ാം വാർഡിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് മാടായിൽ കോടിക്കണക്കിന് രൂപയുടെ വികസനം കൊണ്ടുവരാനായിട്ടുണ്ടെന്നും അതിന്റെ പ്രതിഫലനം തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയമെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പമാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ളതാണ്. സർക്കാരിനെതിരെ കടുത്ത പ്രചാരവേല അഴിച്ചുവിട്ട് കേരളത്തിൽ പ്രതിപക്ഷവും BJPയും അതുപോലെ തന്നെ ഒരു ഭാഗം മാധ്യമങ്ങളും നടത്തുന്ന അങ്ങേയറ്റത്തെ വിഷലിപ്തമായ പ്രചരണത്തിന് ഇവിടുത്തെ ജനങ്ങൾ ബാലറ്റിലൂടെ അവരുടെ വോട്ടിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ്. ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം കോടാനുകോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്ന വാർഡാണ് 6ാം വാർഡ് എന്ന് പറയുന്നത്. മാടായി പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നത് LDF ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ 2016 ശേഷം 300 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്ന ഒരു പഞ്ചായത്താണ് മാടായി പഞ്ചായത്ത്. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച പഴയങ്ങാടിയിൽ പ്രകടനവും നടന്നു. TV രാജേഷ്, K പത്മനാഭൻ, V വിനോദ, M രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.